ലാസ്റ്റ് വീഡിയോയിൽ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനെ ഡിസ്കസ് ചെയ്തായിരുന്നു. കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ജസ്റ്റ് പഠിച്ച് വെച്ചേക്കണം. ഇതിൻ്റെ ഫോമാറ്റ്, അതായത് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട മെയിൻ സിമ്പിൾ ഫോമുല എന്ന് പറയുന്നത് ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ്. ഇവിടെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇൻകമായ സെയിൽസ് മൈനസ് എക്സ്പെൻസുകൾ, അതായത് കോസ്റ്റിനെയാണ് എക്സ്പെൻസ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ്, വേരിയബിളും ഫിക്സ്ഡും. അപ്പോൾ ആദ്യം വേരിയബിൾ കോസ്റ്റിനെ മൈനസ് ചെയ്ത് എന്നിട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് എഴുതി, അതിന് ശേഷമാണ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്ത് പ്രോഫിറ്റിൽ അറൈവ് ചെയ്തത്. അപ്പോൾ ഈ ഫോമുല ഈ മെത്തേഡ് വെച്ച് നമ്മൾ ഈ ഫോമുല പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നോക്കിയേ, ഈ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലോർത്താൽ മതി. ഹൗ ടു ഫൈൻഡ് കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പം പറഞ്ഞിരിക്കും യു ആർ ആസ്ഡ് ടു ഫൈൻഡ് ഔട്ട് കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെയാണ്? ഇപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സാമ്പിൾ ഒന്ന് നോക്കേ, 12,000 അല്ലേ? ഈ 12,000 എങ്ങനെയാണ് കിട്ടിയത്? 20,000 മൈനസ് 8,000, അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഗിവ് യു കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ്റെ ഫോമുല എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ അല്ലേ? ഇനി ഇതിപ്പോൾ ടോട്ടൽ എമൗണ്ടിൻ്റെ ഞാൻ പറഞ്ഞു. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് പെർ യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 മൈനസ് 4. 10 മൈനസ് 4 എന്ന് പറയുന്നത് എത്ര? 6. അപ്പോൾ പെർ യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടും. ഒന്നി ടോട്ടൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പെർ യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് 12,000 എന്ന് പറയുന്നത് ഈ 2,000 യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതായത് 20,000 മൈനസ് 8,000 ചെയ്യുമ്പോൾ കിട്ടുന്നത്. നേരെ മറിച്ച് 10 മൈനസ് 4 എന്ന് ചെയ്യുമ്പം കിട്ടുന്നതോ? 10 മൈനസ് 4 ഈക്വൽ 6. അത് ചെയ്യുമ്പം കിട്ടുന്നത് ഒരു യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇനി അടുത്ത് നോക്കേ, സെയിൽസ് ഫിഗർ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ എഴുതിക്കുന്ന 20,000 രൂപ എങ്ങനെ കണ്ടുപിടിക്കും? 20,000 12,000 പ്ലസ് 8,000 ചെയ്താൽ പോരെ? അതായത് 12,000 എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഗിവ്സ് യു സെയിൽസ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽസ് സെയിൽസ്. ഇനി അടുത്തത് വേരിയബിൾ കോസ്റ്റ്. ബാക്കി ഇൻഫർമേഷനൊക്കെ തരും. നിങ്ങൾക്ക് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ നോക്കി, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 8,000 അല്ലേ? 8,000 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 20,000 നിന്ന് ഈ 12,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8,000. അതായത് സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ ഗിവ്സ് യു വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫോമുലയിൽ നിന്ന് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെയിൽസും വേരിയബിൾ കോസ്റ്റും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത സെയിൽസ്. ഇപ്പോൾ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം ഇവിടെ പറഞ്ഞു, കോൺട്രിബ്യൂഷൻ പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഗിവ്സ് യു സെയിൽസ്. അതുപോലെ വേറൊരു ഫോമുലയാണ് സെയിൽസ്. അതായത് 20,000 രൂപ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പ്രോഫിറ്റായ 3,500 പ്ലസ് ഫിക്സഡ് കോസ്റ്റായ 8,500 പ്ലസ് വേരിയബിൾ കോസ്റ്റ്, ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെയിൽസ്. അപ്പോൾ സെയിൽസിൻ്റെ ഫിഗർ കണ്ടുപിടിക്കാൻ വേറൊരു മാർഗ്ഗമാണ് പ്രോഫിറ്റ് പ്ലസ് ഫിക്സ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ അത് വേറൊരു ഫോമുല. ഏത് രീതി, ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഏതാണ് സ്യൂട്ടബിൾ വേ അതുപയോഗിച്ച് ചെയ്യുക. മോസ്റ്റ് പ്രോബബ്ലി ഇതുപോലുള്ള ക്വസ്റ്റ്യൻ കാണില്ല എക്സാമിന് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ വേയിൽ ചിന്തിക്കുന്നതിനേക്കാട്ടി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമ്മുടെ ഈ രീതിയിൽ ചിന്തിച്ച് വരുമ്പോൾ. ഇനി അടുത്ത ഹൗ ടു ഫൈൻഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ അറിയാം എങ്ങനെ? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക, ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക, അപ്പോഴും പ്രോഫിറ്റ് കിട്ടും. ഇതല്ലാതെ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നോക്കേ, കോൺട്രിബ്യൂഷനിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാം. കോൺട്രിബ്യൂഷനിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ്. അതാണ് കുറച്ചുകൂടി ഈസിയസ്റ്റ് വേ. മറ്റേത് കുറച്ചുകൂടി സ്റ്റെപ്പ് കൂടുന്നില്ല. ആദ്യം പറഞ്ഞത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സ് കോസ്റ്റ്, അത്രയും ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. കുറച്ചുകൂടെ എളുപ്പം ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് പ്രോഫിറ്റ്, വാട്ട് വി ക്യാൻ ഡു ഇസ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ് കോസ്റ്റ്. അതായത് പ്രോഫിറ്റ് ഈക്വൽസ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ് കോസ്റ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അറിയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണമല്ലോ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ഇമാജിനറി ഫിഗർ വെച്ച് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോമുലയിലൊന്നും ഒരു കൺഫ്യൂഷനും വരത്തില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഫോമുലയെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതുകൂടാതെ ഈ കാര്യങ്ങൾ മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിക്കാം. ഓക്കെ, ഒരെണ്ണമാണ് പി വി റേഷ്യോ. പി വി റേഷ്യോ മീൻസ് P stands for profit, V stands for volume. ഇന്ന് പറയുന്ന പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ്. എങ്ങനെയാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ കണ്ടുപിടിക്കേണ്ടതെന്ന്? റേഷ്യോ മീൻസ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. അതിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പി വി റേഷ്യോയിൽ ഏത് 2 വേരിയബിൾസ് ആണെന്ന് നോക്കാം.
One is its relationship between sales and contribution. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത് പി വി റേഷ്യോ. അപ്പോൾ പി വി റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ ആണത് ഈ പോർഷനെയാണ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഈ ഇൻറ്റു 100 ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ പെർസെൻറ്റേജിലായിരിക്കും കിട്ടുന്നത്. സോ യു ഷുഡ് എക്സ്പ്രസ് യുവർ ആൻസർ ഇൻ പെർസെൻറ്റേജ്. എന്ത് ചെയ്യുന്നുണ്ടാ? ബിക്കോസ് യു ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസിമൽ ഫോമിലായിരിക്കും പി വി റേഷ്യോ കിട്ടുന്നത്. ഇനി സെയിൽസ് ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ പി വി റേഷ്യോ എന്ന് പറഞ്ഞ ഫോമുലയിൽ നിന്ന് തന്നെ കുറച്ച് വേറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പി വി റേഷ്യോയും തന്നിരിക്കും, കോൺട്രിബ്യൂഷനും തന്നിരുന്നാൽ നിങ്ങൾക്ക് എന്തിനെ കണ്ടുപിടിക്കാൻ പറ്റും? സെയിൽസിനെ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ സെയിൽസ് മിസ്സിംഗ് ആയിരിക്കും, പക്ഷേ എന്ത് തന്നിരിക്കും ക്വസ്റ്റ്യനിൽ? പി വി റേഷ്യോയും കോൺട്രിബ്യൂഷനും. അപ്പോൾ സെയിൽസ് ഈക്വൽസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇതുപോലെ തന്നെ എന്ത് തന്നിരിക്കാം? പി വി റേഷ്യോയും സെയിൽസും തരാം. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ രീതി അല്ലെങ്കിൽ പി വി റേഷ്യോ ഉണ്ടെങ്കിൽ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള വേറൊരു മാർഗ്ഗമാണ് എന്ത്? പി വി റേഷ്യോ ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഇൻറ്റു സെയിൽസ്. അപ്പോൾ പി വി റേഷ്യോ കാൽക്കുലേറ്റ്, ഈ പി വി റേഷ്യോ തന്നിരുന്നാൽ ആ പി വി റേഷ്യോയുടെ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? സെയിൽസ് മിസ്സിംഗ് ആണെങ്കിൽ സെയിൽസിനെ കണ്ടുപിടിക്കാം, കോൺട്രിബ്യൂഷൻ മിസ്സിംഗ് ആണെങ്കിൽ കോൺട്രിബ്യൂഷനെ കണ്ടുപിടിക്കാം. പി വി റേഷ്യോയുടെ ഹെൽപ്പ് വെച്ച് കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? കോൺട്രിബ്യൂഷൻ ഈക്വൽസ് പി വി റേഷ്യോ ഇൻറ്റു സെയിൽസ്. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പി വി റേഷ്യോ ഇൻറ്റു സെയിൽസ് ഗീവ്സ് യു കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇതെല്ലാം കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ വേരിയബിൾസിനെ എല്ലാം ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇത് മാത്തമാറ്റിക്കൽ വേ അല്ല, കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുള്ള വേ ആണ്. ക്വസ്റ്റ്യനിൽ ഇത് അപ്ലൈ ചെയ്യാമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ചില ക്വസ്റ്റ്യനിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ കോസ്റ്റിംഗ് ടെക്നിക്കിൻ്റെ ഫോമിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മളിനി മാത്തമാറ്റിക്കൽ വേയിൽ ചെയ്ത് നോക്കണം. ഇനി ഇത് വെച്ച്, അതായത് കോസ്റ്റിംഗ് ടെക്നിക്ക് വെച്ച് ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതും ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കണം. നിങ്ങൾക്ക് അതാണ് ഈസി എന്ന് തോന്നിയാൽ അത് ഫോളോ ചെയ്യാം. ഓക്കെ.